സർ, നമുക്കറിയാം ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തായിരിക്കും CPM നിലകൊള്ളുക. അപ്പോ പ്രതിപക്ഷത്തുള്ള CPM-ഉം BJP-യും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുമോ കേരളത്തിൽ? ഏതായാലും റിസൾട്ട് ഇപ്പോ മറ്റന്നാൾ വരുള്ളൂ, വരട്ടെ. ഇന്നത്തെ നമ്മളിപ്പോ നേരത്തെ ചോദിച്ചത് കേരളത്തിലെ എക്സിറ്റ് പോളുകളും മറ്റു അഭിപ്രായ സർവേകളും പൊതു അഭിപ്രായങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഒരു ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പറയും. വരട്ടെ, അത് സ്വാഭാവികമാണ്. കേരളത്തിൽ എല്ലാ 5 വർഷവും മാറാറുള്ളതാ. കഴിഞ്ഞ മാത്രം ഒരു എക്സെപ്ഷൻ 10 വർഷമായിരുന്നുള്ളൂ. അപ്പൊ ഒരു ഭരണം മാറും, പ്രതിപക്ഷം ഭരണപക്ഷം പ്രതിപക്ഷമാവും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് കേരളത്തിൽ ഒരു പ്രശ്നം, ഒരു മൂന്നാം കക്ഷി വന്നിട്ടുണ്ട്. ഈ മൂന്നാം കക്ഷിയുടെ പ്രസക്തി എന്ത് എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യും. ഇപ്പൊ നമുക്ക് റിസൾട്ട് വരുമ്പോഴേ അറിയുള്ളൂ അവർക്ക് എത്ര സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, 1-2 സീറ്റ് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ചില ലക്ഷണങ്ങളിൽ ഒന്നും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് രണ്ടാമത്തെ വിഷയം. അപ്പൊ എന്തായാലും പോട്ടെ. അപ്പൊ അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൽ CPM നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. CPM-ന്റെ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, CPM ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച 3 കാര്യങ്ങളും BJP-ക്ക് സ്വീകാര്യം എന്നുള്ളതാണ്. എന്താ കാര്യം? ഞാനല്ലാതെ മറ്റാരുമില്ല. ഇത് മോഡി പറയുന്ന മുദ്രാവാക്യം. പ്രതിപക്ഷത്തൊക്കെ തല്ലാണ്, തർക്കമാണ്. 6 പ്രധാനമന്ത്രി ഉണ്ടാവും, നയിക്കാൻ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ, അവിടെ മോഡി. അല്ല, അപ്പൊ ആ ഒരു മുദ്രാവാക്യം. രണ്ടാമത് വികസനം. ഇടതുപക്ഷം ഒരിക്കലും രാഷ്ട്രീയമാണ് പറയുക, വികസനമല്ല. എപ്പോഴും വലതുപക്ഷം വികസനം പറയുമ്പോൾ ഇടതുപക്ഷം രാഷ്ട്രീയം കൊണ്ടാണ് അതിനെ നേരിടാറ്. ഇപ്പൊ ഇത്തവണ ഇടതുപക്ഷം രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല. നോക്കൂ, ഞങ്ങളുടെ മണ്ഡലത്തിൽ വികസനം നോക്കൂ, റോഡ് നോക്കൂ, പാലം നോക്കൂ. ഈ റോഡും പാലവും കെട്ടിടമൊക്കെയാണ് നമ്മൾ പറയണമെങ്കിൽ മോഡിയുടെ അത്ര എത്താൻ ഒരു കാലത്തും പിണറായി വിജയനും നല്ല ഒരു LDF-നും പറ്റില്ല. കാരണം അതുണ്ടാക്കാൻ അവർക്ക് എല്ലാം നോക്കാം, അവർക്ക് എല്ലാം ഉണ്ടാക്കാം. ഇപ്പൊ കേരളത്തിൽ അവർക്ക് ഭരണം കിട്ടുകയാണ് വാദത്തിന് വേണ്ടി. കേരളം മുഴുവൻ റോഡും, കേരളം മുഴുവൻ ഹൈവേയും, കേരളം മുഴുവൻ എക്സ്പ്രസ് ഹൈവേയും ഒക്കെ ഉണ്ടാക്കും അവര്. ഭരണം കിട്ടാതിരുന്നിട്ടുണ്ട് നമ്മൾ ഗുരുവായൂര്. അപ്പൊ ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ വികസനം എന്നത് മോഡിക്ക് ചേർന്ന മുദ്രാവാക്യമാണ്, ഇടതുപക്ഷത്തിന് ചേർന്ന മുദ്രാവാക്യമല്ല. മൂന്നാമത് വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഒരു ഇസ്ലാമോഫോബിയ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. ഷാഫി പറമ്പിലിനെതിരെ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി കളിച്ച കളി. അല്ല, ഒരു മതേതരവാദിയായിട്ടുള്ള ഷാഫി പറമ്പിൽ നല്ല എല്ലാവർക്കും എതിരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് ആവർത്തിക്കുക. AK ബാലൻ, വിജയരാഘവൻ, ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുക കേരളം. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി അല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, അത് മനസ്സിലായി, മുസ്ലിമിനെയാണ്. അത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. പക്ഷെ അതിൽ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അവസാനം SDPI വന്നപ്പോൾ കഥാപാത്രം PDP SDPI വന്നപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. SDPI വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, അത് വിരോധമൊന്നുമില്ല, വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോടുകൂടി ഇതിൽ ജമാഅത്തെ ഇസ്ലാമി SDPI കമ്പയർ ചെയ്താൽ വലിയ അബദ്ധമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ക്രിമിനലിലൊന്നും പോയിട്ടില്ല, SDPI ക്രിമിനലുകളാണ്. പക്ഷെ അവിടെ മതരാഷ്ട്രവാദം ഒരു ഐഡിയോളജി അല്ലേ, ഇതല്ലല്ലോ ആക്ച്വലി പ്രവർത്തിക്കുന്ന. എന്താ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ മതരാഷ്ട്രവാദം പറയുമ്പോഴേ പ്രോലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ. ലോകത്തിലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യമില്ല, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് തന്നെയാണ്. തൊഴിലാളിയുടെ സർവാധിപത്യം. അപ്പൊ ഇത് സമ്മതിക്കുമോ ഇപ്പോഴത്തെ പിണറായി വിജയൻ? സമ്മതിക്കും. അത് ഇപ്പോഴത്തെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാർക്കും തൊഴിലാളി വർഗം വലിയ സർവാധിപത്യം വലിയ മങ്ങത്തൊലി ഇല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയിലേക്ക് പോയാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പോകുന്ന പോലെ നിങ്ങൾ പോയാൽ തൊഴിലാളി വർഗ സർവാധിപത്യം എന്നാണ്. അതിൽ നിന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ? ലോകത്ത് ഒരു രാജ്യമില്ല, ചൈന പോലും അതൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയുടെ ഐഡിയോളജി, അടിസ്ഥാനപരമായ ഐഡിയോളജി എന്താണെന്നുള്ളതിനേക്കാൾ പ്രധാനം ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ നേരെ മറിച്ച് SDPI സംബന്ധിച്ചിടത്തോളം കൈവെട്ടും കാലുവെട്ടും മറ്റേ കുന്തിരിക്കും അവലും മലരും ഒക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് SDPIയുടെ പിന്തുണ, ഞാനവരെ വിമർശിക്കുന്നില്ല, അവർക്കത് പറയാം. SDPIയുടെ പിന്തുണ സ്വീകരിക്കാൻ ജമാഅത്ത് എതിരെന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു ജനങ്ങളിൽ. പക്ഷെ എങ്കിൽ പോലും ഈ 3 മുദ്രാവാക്യങ്ങൾ, ഞാനല്ലാതെ മറ്റാരുണ്ട്, വികസനം, ഇസ്ലാമോഫോബിയ, ഈ 3 മുദ്രാവാക്യങ്ങളും BJPക്ക് എളുപ്പം സ്വാംശീകരിക്കാവുന്ന 3 മുദ്രാവാക്യം. അത് മാത്രമല്ല, മുസ്ലിം ലീഗ് ആയിരിക്കുമല്ലോ മുന്നണിയിലെ ഒരു പ്രധാന. ഇനി വരുമ്പോ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഭരണം UDF-ന് കിട്ടിയാൽ തീർച്ചയായും മുസ്ലിം ലീഗ് അതിലെ രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗിന് നിർണായകമായ വകുപ്പുകൾ കൊടുക്കേണ്ടി വരും, ഒരു സംശയമില്ല. അവര് ഇതുവരെ കാലത്ത് ഭരിച്ച ഒരു കാലത്തും അവർ വർഗീയത കൊണ്ടുവന്നിട്ടില്ല. അവര് വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് അവർ കൈകാര്യം ചെയ്യുമ്പോൾ പോലും PM ശ്രീ പോലെയുള്ളൊരു വൃത്തിയായിട്ട് സാധനം ഒപ്പിട്ടിട്ടില്ല. മനസ്സിലായോ? സംഘപരിവാറിന്റെ PM ശ്രീ ഒപ്പിട്ട സർക്കാരാണ് ഇപ്പൊ പറയണേ. ലീഗായിരുന്നെങ്കിൽ PM ശ്രീ ഒപ്പിടില്ല, എനിക്ക് അത് ഉറപ്പായിട്ട് പറയാം.
ലീഗാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ PMC അവർ ഒപ്പിടില്ല. പക്ഷെ കോലീബി സഖ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഒരു കാലമാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാലം 79-ലെ 80-ലെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട്. അല്ല, ചരിത്രം ഇവർക്കും ഉണ്ട്. ജനസംഘമായിട്ട് കൂടി ചരിത്രം CPM പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല, അതൊക്കെ വിട്. നമുക്ക് ഇന്നത്തെ ഒരു കാര്യത്തിലേക്ക് വരിക. ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിനെതിരെ BJP ഉയർത്താൻ പോകുന്ന പ്രധാന മുദ്രാവാക്യം ഇസ്ലാമോഫോബിയ. ഉറപ്പാണ്. മുസ്ലിങ്ങൾ ഭരിക്കുന്നു. 27% മുസ്ലിങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ആലോചിക്കണം, 27% കേരളത്തിലെ പോപ്പുലേഷൻ. മുസ്ലിം ലീഗ് ഒരു 6ാം മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 7 അതൊക്കെ എന്തെങ്കിലും പറ്റും. അല്ല, അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അല്ല, അതാ ഞാൻ പറഞ്ഞു. ആ ഒരു പ്രചരണം എങ്ങനെ പോയി? അല്ല, ഞാൻ 10 നായർ മന്ത്രിമാരുണ്ടായിരുപ്പം ഉണ്ടായിരുന്ന ഒരു പട്ടികജാതിക്കാരൻ മന്ത്രി അല്ലാതിരുന്നപ്പോ ആർക്കും ഒരു ടെൻഷനും ഇല്ല. ഇപ്പോഴും ഇപ്പോഴുള്ള കേരള മന്ത്രിസഭയിൽ പട്ടികജാതിക്കാരൻ മന്ത്രിയില്ല. അറിയോ? 11% വരുന്ന പട്ടികജാതിക്കാർക്ക് ഒരു മന്ത്രിയില്ല. ഒരു പട്ടികവർഗ മന്ത്രിമാരേ ഉള്ളൂ. നേരെ മറിച്ച് 11 മന്ത്രിയുണ്ട് 11% നായന്മാർക്ക്. ഇപ്പൊ നായർ മുഖ്യമന്ത്രി വരുന്ന വർത്താനം പറഞ്ഞ ഇവിടെ നായർ 11 മന്ത്രിമാരാ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ, അല്ലേ? അപ്പൊ എന്റെ പോയിന്റ് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നല്ല പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് ആയിരിക്കും വരിക. അത് വേണം താനും. കാരണം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. 47% വോട്ട് അവരുടെയാണ്. 47% സീറ്റ് അവർക്ക് കൊടുത്തോണ്ടല്ല. അപ്പോൾ CPM-ന്റെ പ്രചരണം എന്ന് പറയുന്നത് ഇതൊരു ന്യൂനപക്ഷങ്ങൾക്ക് ഇനി വരാൻ പോണത് CPM പറയാൻ പോണത് ഇതിൽ CPM പെടാൻ പോണ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ BJP ഇതങ്ങ് ആവർത്തിച്ച് വരുമ്പോൾ CPM ഇത് പറയേണ്ടി വരും. CPM പറഞ്ഞില്ലെങ്കിൽ CPM-ന്റെ വോട്ട് ബേസ് പോകും. പക്ഷെ CPM ഇത് പറഞ്ഞാൽ വീണ്ടും ന്യൂനപക്ഷങ്ങളുമായിട്ട് CPM-ന് കോൺട്രഡിക്ഷൻ വരും. ഈ സംഘർഷം എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഉള്ള വോട്ട് പോവുകയും ചെയ്യും, പുതിയ വോട്ട് കിട്ടില്ല. അപ്പൊ BJP വളരുകയും ചെയ്യും. BJPക്ക് വളരാൻ, അത് മാത്രമല്ല ഇതേ ആരോപണം തന്നെ BJP ഉന്നയിക്കുന്നു, CPM ഉന്നയിക്കുന്നു, ഒരേ ആരോപണമാവും. ഇസ്ലാം വിരുദ്ധായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് കിട്ടും. ഞാനതാ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ LDF-ന് പറ്റിയ ഒരു തെറ്റ് BJPക്ക് അനുകൂലമായ ഒരു പൊളിറ്റിക്സ് അവർ രൂപപ്പെടുത്തി എന്നുള്ളത്. ആ പൊളിറ്റിക്സ് BJP നന്നായി ഉപയോഗിക്കാൻ പോവുക. അതിപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത്തവണ UDF അധികാരത്തിൽ വന്നാൽ ഈ ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യം BJPയും CPM-ഉം ഒരുമിച്ച് പറയും. കുഴപ്പമുണ്ട്. BJPയേക്കാൾ നല്ല ഇസ്ലാമോഫോബിക് അല്ല, CPM-നേക്കാൾ നല്ല ഇസ്ലാമോഫോബിക് BJP ആണെന്ന് ഇവർക്കറിയാം. CPM-നൊരു പരിധി വിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷെ BJPക്ക് ഏതറ്റം പോലെ ശശികല ടീച്ചറെ പോലുള്ളവർ, വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ആഞ്ഞടിക്കും. വെള്ളാപ്പള്ളി ഇത് പറഞ്ഞിട്ട് CPM മിണ്ടിയോ? ഇത് പറഞ്ഞിട്ട് മിണ്ടിയോ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. എന്ത് പ്രതികരിച്ചു? വെള്ളാപ്പള്ളി അങ്ങനെ പ്രതികരിച്ചാൽ പോരല്ലോ, കൃത്യമായി പറയണ്ടേ? മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണ്ടേ? മുഖ്യമന്ത്രി വേണം, പാർട്ടി സെക്രട്ടറി പറയണം, കൃത്യമായി പറയണം. അല്ല, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് ഏത് സംഘി ഏത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ സഖാവ് ഇല്ലാണ്ടാവും, സംഘി ഉണ്ടാവും. കാരണം മൃദു ഹിന്ദുത്വം കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ പറ്റിയ ഒരു പ്രശ്നമാണ്. അത് CPM-ന് കേരളത്തിൽ പറ്റാൻ പോവുക. ആ മൃദു ഹിന്ദുത്വം കോൺഗ്രസിനെ തകർത്തു, അതുപോലെ CPM അതുപോലെ CPM-നെ തകർത്തു. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോണത്. നേരെ മറിച്ച് CPM തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. CPM തിരിച്ചറിഞ്ഞ് മതേതരമായ ഒരു നിലപാടെടുക്കുകയും ഇസ്ലാമോഫോബിക് അല്ലാത്ത വിമർശനങ്ങൾ ആവുകയും BJP-ന്ന് ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയൂ, നിലനിൽപ്പുണ്ടാവുള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ടാവും. അല്ലാത്ത പക്ഷം തകർന്ന് തരിപ്പുണ്ടാവും. കാരണം അതാണ് സംഭവിക്കുക. യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. കാരണം BJP-യുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴും CPM-ന്റെ അടിത്തറയാണ്. CPM-ന്റെ അടിത്തറ മാന്തിയാലേ BJPക്ക് വളരാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. കാരണം മുസ്ലിം വോട്ട് അവർക്ക് കിട്ടില്ല, ക്രിസ്ത്യൻ വോട്ടിലും വലിയ ഹോപ്പില്ല. പിന്നെ ഏത് വോട്ട് വേണം അവർക്ക് കൂടെ പിടിക്കണമെങ്കിൽ ഈ BJP-യുടെ CPM-ന്റെ അടിത്തറ മാത്രം. BJP-യുടെ അടിത്തറ ഉണ്ടാക്കാൻ CPM-ന്റെ അടിത്തറ മാത്രം. അത് മാന്തോന്നുള്ളത്. പക്ഷേ 2 സീറ്റിൽ നിന്ന് അവർ രാജ്യം ഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് നേടാൻ വലിയ പ്രയാസമൊന്നുമില്ല. നേടാൻ പ്രയാസമില്ല. അത് കേരളത്തിൽ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. CPM മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മതേതര വോട്ടുകൾ, ഹിന്ദു വിഭാഗങ്ങളിൽ നല്ല മതേതര വോട്ട്, എല്ലാ കമ്മ്യൂണിറ്റി ആ വോട്ടുകൾ CPM-ൽ തന്നെ നിലനിൽക്കും. ആ വോട്ട് CPM നിന്നോളുന്നില്ല. ആ ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് പോകും. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് അതിന്റെ പ്രശ്നം. CPM നേരിടാൻ പോകുന്ന പ്രതിസന്ധി അതാണ്. കുറെ കോൺഗ്രസിലേക്കും കുറെ BJP-യിലേക്കും പോയി അവന് CPM എന്നുള്ള അങ്ങനെ പ്രശ്നമുണ്ട്. CPM-ന് അതിന്റെ അടിസ്ഥാനപരമായി ശരിയായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയണം ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട്. അതുകൊണ്ട് വെറുതെ ഇസ്ലാമോഫോബി പറഞ്ഞാൽ CPM തന്നെ തകർന്നു.